ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിയുടെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ സെപ്റ്റംബർ മാസത്തേക്കുള്ള എക്സാമിൻ്റെ കലണ്ടർ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെക്കാനിക്കൽ, സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്നൊരു എക്സാം ആയിരുന്നു കേരള വാട്ടർ അതോറിറ്റിയിലോട്ടുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്നുള്ള ഈ ഒരു എക്സാം അല്ലേ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ്, പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ്, സിലബസ് കാര്യങ്ങൾ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. കാറ്റഗറി നമ്പർ വന്നിരുന്നത് 706/2025 ആയിരുന്നു. 706/2025 ആയിരുന്നു കാറ്റഗറി നമ്പർ വന്നിരുന്നത്. നെയിം ഓഫ് ദി ഫേം എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റി. കേരള വാട്ടർ അതോറിറ്റിയാണ് അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഫേം എന്ന് പറയുന്നത്. നെയിം ഓഫ് ദി പോസ്റ്റ് പറഞ്ഞാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ കെമിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് സിവില്, മെക്കാനിക്കൽ, അതേപോലെ തന്നെ കെമിക്കൽ, ഇത് മൂന്നിലും ഡിഗ്രി ഉള്ള ആളുകൾക്ക് അല്ലെ എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 30,222 ആണ്. അത് ഈ 3 ബ്രാഞ്ചിൽ നിന്നും അല്ലെ, 3 ഡിസിപ്ലിനിൽ നിന്നും ആളുകൾ വരുന്നത് കൊണ്ടാണ് ഇത്രയും അപ്ലിക്കേഷൻസ് പോയത്. 30,222 അപ്ലിക്കേഷൻസ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കൺഫർമേഷൻ കൊടുക്കാനുള്ളത് ഇപ്പോൾ ആക്റ്റീവ് ആണ്. കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 12-ാം തീയതിയാണ്. ജൂലൈ 12-നാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. എക്സാം വരുന്നത് സെപ്റ്റംബർ 16-ാം തീയതി. സെപ്റ്റംബർ 16-ാം തീയതിയാണ് ഇതിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പം നിലവിലുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ്, പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് എന്തായിരുന്നുള്ളത് നോക്കാം. അപ്പോൾ കാറ്റഗറി ആദ്യം ഇതിന് മുന്നേ നമുക്കിപ്പോൾ ഈ ഒരു എക്സാം വിളിക്കുന്നതിന് മുന്നോടിയായിട്ട് വിളിച്ചത് 2022 137 എന്നുള്ള കാറ്റഗറി നമ്പറിലാണ് എന്തുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അതിൻ്റെ ഡേറ്റ് ഓഫ് എക്സാം നടന്നത് 2022 ഡിസംബർ 29 ആയിരുന്നു അല്ലേ. ആ വർഷത്തിൻ്റെ ഏറ്റവും അവസാന ദിവസങ്ങളിലാണ് എക്സാം നടന്നത്. ടോട്ടൽ അപ്ലൈ ചെയ്തിരുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 50,398 പേരാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സാം എഴുതിയത് 40,181 ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു 30,000 പേരാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സാം എഴുതുന്നത് എന്തായാലും അതിനേക്കാളും കുറവായിരിക്കും, 25ഓ അതിന് താഴെയൊക്കെ ആയിട്ടായിരിക്കും ആളുകൾ എക്സാം കൺഫർമേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കുക. പിന്നെ അതിൽ നിന്നും കുറവില്ല ആളുകളായിരിക്കും എക്സാം എഴുതുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത് ഈ റാങ്ക് ലിസ്റ്റ് വന്നത് 2023 സെപ്റ്റംബർ 16-നാണ് എന്ത് വന്നത്, റാങ്ക് ലിസ്റ്റ് വന്നത് അല്ലേ. റാങ്ക് ലിസ്റ്റ് വന്നത് സെപ്റ്റംബർ 16-നാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. ഇതിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 212 ആണ്. 212 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 212 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് വന്നിരുന്നത് 47.33 ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ എഴുതുന്ന ആളുകളും സിവിലിലും കെമിക്കലിലും 3 പേർക്കും ഒരേപോലെ സിലബസും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ടാണ് ഓൾമോസ്റ്റ് കട്ട് ഓഫ് എന്ന് പറഞ്ഞത് ഈ ഒരു ലെവലിലോട്ട് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. മാക്സിമം മാർക്ക് ലഭിച്ചത് 69.33 ആണ് മാർക്ക് ലഭിച്ചത്. ഇന്റർവ്യൂവിന് മാക്സിമം മാർക്ക് ലഭിച്ചത് 13 മാർക്കായിരുന്നു. ലാസ്റ്റ് അഡ്വൈസ് പോയത് ജൂൺ 8-ാം തീയതി 2026-ലാണ് ലാസ്റ്റ് അഡ്വൈസ് കാര്യങ്ങൾ പോയത്. ടോട്ടൽ 180 അഡ്വൈസസ്, 180ഓളം അഡ്വൈസ് ഇപ്പോൾ പോയിട്ടുണ്ട്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ഉള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 15/9/2026 വരെയാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി. നമുക്കറിയാം നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്ന് 2023 9-ാം മാസം 16-ാം തീയതി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ 3 വർഷത്തേക്കാകുമ്പോൾ 15/9/2026 ആയിരിക്കും അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ ഇതാണ് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു സ്റ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു OMR എക്സാം ഉണ്ടാവും. 100 മാർക്കിന് ഒരു OMR എക്സാം ഉണ്ടാവും. അതിൻ്റെ സിലബസിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ നമുക്ക് ചെയ്യാം, ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഇന്റർവ്യൂ, ഈ 3 പ്രോസസ്സാണ് നമുക്കിതിൻ്റെ ഒരു എക്സാമിൻ്റെ സ്റ്റേജസും കാര്യങ്ങളുമായിട്ടുള്ളത്. സിലബസിനെ മൊത്തത്തിൽ ഒന്നിച്ചൊരു ഓവർവ്യൂ പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3 ബ്രാഞ്ചസിനും എഴുതാൻ പറ്റുന്നതാണ്. മെക്കാനിക്കലിനും സിവിലിനും കെമിക്കലിനും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം തന്നെ ആയതുകൊണ്ട് മെക്കാനിക്കലിന് വരുന്നത് 25 മാർക്ക്, അതേപോലെ സിവിലിന് വരുന്നത് 25 മാർക്ക്, കെമിക്കലിന് വരുന്നത് 25 മാർക്ക്. അങ്ങനെ ടോട്ടലി 75 മാർക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സബ്ജക്ട് ഭാഗത്ത് വരുന്നത്. ബാക്കി ഒരു 20 മാർക്ക് എന്ന് പറയുന്നത്
ആ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് അല്ലെ. 25 മാർക്ക് എന്ന് പറയുന്നത് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. ഇപ്പോൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൽ നിന്നും ഒരു 15 മാർക്കും അതോടൊപ്പം തന്നെ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിൽ ഭാഗത്ത് നിന്ന് ഒരു 10 മാർക്കും, അങ്ങനെ ടോട്ടൽ 100ലാണ് നമുക്ക് എക്സാമും കാര്യങ്ങളും വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സിലബസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങളും നോക്കാം. എങ്ങനെയാണ് ഓരോ ഭാഗങ്ങളിൽ നിന്നും വരുന്നത്, മെക്കാനിക്കൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും, സിവിലിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, കെമിക്കലിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സിലബസിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് 25 മാർക്ക്, മെക്കാനിക്കൽ 25, അതേപോലെ തന്നെ കെമിക്കൽ 25, ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് 25 അല്ലെ. അങ്ങനെ 25 മാർക്ക് വീതം 4 സെക്ഷൻ ആയിട്ടാണ് നമുക്ക് സിലബസ് ഉള്ളത്. ഇപ്പോൾ ഫസ്റ്റ് സിവിലിൽ 25 മാർക്കാണ് സിവിലിന്റെ ടോപ്പിക്സ് ഉള്ളത്. അതിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ് എന്നുള്ള ഭാഗത്തു നിന്നും 4 മാർക്കാണുള്ളത്. അപ്പോൾ 4 മാർക്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളവിടെ പറഞ്ഞിട്ടുണ്ട്. മെക്കാനിക്സ് ഓഫ് സോളിഡ് എന്നുള്ള ഭാഗത്ത് അല്ലെ, സ്ട്രെസ് സ്ട്രെയിൻ, അതുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻഷിപ്പ്, ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, സ്ട്രെയിൻ എനർജി, ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ്, ബീംസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെ. ഇത് ഇങ്ങനെയുള്ള നമുക്ക് ഓരോ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്നായിരിക്കും ഒരു 4 മാർക്കിന്റെ ഫസ്റ്റ് പാർട്ട് വരുന്നത്. നെക്സ്റ്റ് അടുത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗിൽ നിന്നും ഒരു 4 മാർക്ക്. ഫ്ലൂയിഡ് സ്റ്റാറ്റിറ്റിക്സ്, അതിൽ കുറച്ചധികം ടേംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ബോയൻസി, ഫ്ലോട്ടേഷൻ, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ഫ്ലോ ത്രൂ ഓറിഫൈസ്, നോച്ചസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഭാഗത്തും അതേപോലെ തന്നെ വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗിന്റെ ഭാഗത്തു നിന്നും ഒരു 4 മാർക്കാണ് വരുന്നത്. ദെൻ മൂന്നാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സർവേയിങ്, ലെവലിംഗ് ആൻഡ് സർവേയിങ് ആൻഡ് ലെവലിംഗ്, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ, അതിൽ നിന്നും ഒരു 4 മാർക്കാണ് നെക്സ്റ്റത്തെ ഒരു സെറ്റായിട്ട് വരുന്നത്. ദെൻ പിന്നീട് അടുത്ത ഒരു സെറ്റ് മാർക്കാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ഈ ഭാഗത്ത് നിന്നും ഒരു 3 മാർക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഈ സിലബസ് അവൈലബിൾ ആണ് കേട്ടോ, ഓപ്പൺ ആണ്, അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് അടുത്തൊരു സെറ്റ് എന്ന് പറയുന്നത് സിവിലുമായി ബന്ധപ്പെട്ടുള്ള. അതിൽ നിന്നും ഒരു 4 മാർക്കാണ് അടുത്ത ഒരു ടോപ്പിക് ആയിട്ട് വരുന്നത്. പിന്നീട് വരുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും ഒരു 4 മാർക്കാണ് അടുത്ത ഒരു സെറ്റായിട്ട് ഉണ്ടായിരിക്കുക. പിന്നെ വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിങ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗും അർബൻ പ്ലാൻസ് നിന്നും ഒരു 2 മാർക്കും കാര്യങ്ങളുമാണ് അതിൽ നിന്ന് ഉള്ളത്. ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിവിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിവിലിന്റെ ടോപ്പിക്സ് ആണ് അല്ലെ. അപ്പൊ സിവിലിന് ഏകദേശം 25 മാർക്കാണെന്ന് പറഞ്ഞു. ആ 25 മാർക്ക് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് മെക്കാനിക്കലാണ്. ആ മെക്കാനിക്കലിന്റെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. മെക്കാനിക്കലിൽ ഫസ്റ്റ് വരുന്നത് മൊഡ്യൂൾ 1 എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്ന് 3 മാർക്കിനാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. പിന്നെ മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്നുള്ള ഭാഗത്ത് നിന്നും നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരു 4 മാർക്ക് പഠിക്കാൻ വരുന്നുണ്ട്. ദെൻ മെക്കാനിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് മെഷീനറി ഭാഗത്ത് നിന്നും ഒരു 6 മാർക്ക് നമുക്ക് വരുന്നുണ്ട്. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സും അതേപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫറും, ഫ്ലൂയിഡ് മെക്കാനിക്സും ഹീറ്റ് ട്രാൻസ്ഫറും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു 6 മാർക്കും ഫ്ലൂയിഡ് മെക്കാനിക്സും ഹീറ്റ് ട്രാൻസ്ഫറിൽ നിന്നും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ ഭാഗത്തു നിന്നും ഒരു 6 മാർക്കും മെക്കാനിക്കലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ സിവിൽ 25 മാർക്ക്, മെക്കാനിക്കൽ 25 മാർക്ക്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് കെമിക്കലാണ്. കെമിക്കൽ 25 മാർക്കിനാണ് വരുന്നത്. അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ടെക്നോളജിയാണ്. അതിൽ നിന്ന് ഒരു 5 മാർക്സ് ആണ് പാർട്ടിക്കിൾ ടെക്നോളജി വരുന്നത്. പിന്നീട് വരുന്നത് സോഷ്യോമെട്രിയിൽ നിന്നും ഒരു 3 മാർക്ക്. അതിന് കഴിഞ്ഞതിന് ശേഷം ഇൻസ്ട്രുമെന്റേഷൻ ഭാഗത്ത് നിന്നും ഒരു 3 മാർക്ക്, ഇൻസ്ട്രുമെന്റേഷൻ ഒരു 3 മാർക്ക്. ദെൻ പ്രോസസ് കൺട്രോളുമായി ബന്ധപ്പെട്ട ഭാഗത്ത് നിന്നും ഒരു 3 മാർക്ക്. ദെൻ മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു 6 മാർക്കാണ് മാസ് ട്രാൻസ്ഫർ എന്നുള്ള ഭാഗത്ത് നിന്നും നമുക്ക് വരുന്നത്. മാസ് ട്രാൻസ്ഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പോളിമർ ടെക്നോളജിയാണ്. പോളിമർ ടെക്നോളജിയിൽ നിന്നും നമുക്കൊരു 5 മാർക്സ് ആണ് വരുന്നത്. പിന്നെ നമുക്കപ്പോൾ ഒരു കെമിക്കലിന്റെ ഒരു 25 മാർക്കും കഴിഞ്ഞു. അപ്പോൾ മെക്കാനിക്കലിന്റെ ഒരു 25 മാർക്ക്. ഫസ്റ്റ് നമുക്ക് സിവിലാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. സിവിൽ ഒരു 25, അതോടൊപ്പം തന്നെ മെക്കാനിക്കലിൽ ഒരു 25 മാർക്സ്, അതോടൊപ്പം തന്നെ കെമിക്കലിൽ ഈ 3 ബ്രാഞ്ചിലാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഇത് ടോട്ടലി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 75 മാർക്സ് ആണ് ഇതിൽ വരുന്നത്. ബാക്കി വരുന്ന 25 മാർക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് നമുക്ക് ലാസ്റ്റ് 25 മാർക്സ് വരുന്നത്. അതിൽ നമുക്ക് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൽ നിന്നും ഒരു 15 മാർക്സ്, വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്നുള്ള ഭാഗത്ത് നിന്നും ഒരു 15 മാർക്സ്. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 10 മാർക്ക് എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിൽ നിന്ന് ഒരു 10 മാർക്കും. ഇത്രയും ഭാഗമാണ് നമുക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. സിലബസിന്റെ ഈ ഒരു മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ടെക് PSCയിൽ ഇതിൻ്റെ ഒരു ഫോക്കസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫുള്ളി സിലബസിന് ബേസ്ഡ് ആയിട്ടില്ല. അതായത് നമുക്കറിയാം മെക്കാനിക്കലിൻ്റെ ഭാഗമുണ്ട്, സിവിലിൻ്റെ ഭാഗമുണ്ട്, അതോടൊപ്പം തന്നെ കെമിക്കലിൻ്റെ ഭാഗമുണ്ട്, പ്ലസ് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഇതിന് ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫുൾ ക്ലാസ്സസ്, അതിൽ റെക്കോർഡ് ക്ലാസ്സസ് പ്ലസ് ലൈവ് സെക്ഷൻസ് കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ PDF നോട്ട്സ്, നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് വേണ്ടിയുള്ള മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ്, അതോടൊപ്പം തന്നെ മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുൾ ബാച്ച് നിങ്ങൾക്ക് ടെക് PSCയിൽ അവൈലബിൾ ആണ്. സോ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ ഓർത്തിരിക്കുക, കൺഫർമേഷൻ വേഗം കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.